ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ലാപ്ടോപ്പ് മാർക്കറ്റിലേക്ക് ഷവോമിയുടെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു എൻട്രിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ രണ്ട് ലാപ്ടോപ്പ് മോഡലുകൾ. MI നോട്ട്ബുക്ക് 14 അതോടൊപ്പം ഹൊറൈസൺ എഡിഷൻ എന്ന പേരിൽ ഒരു ഹയർ വേരിയന്റും ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വളരെയേറെ ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന പ്രൊഫഷണൽസിനായാലും വെർച്വൽ ക്ലാസ് റൂമുകൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനായാലും ഒരേപോലെ ആവശ്യമുള്ള ഒരു വസ്തുവായി മാറിയിട്ടുണ്ട് ഈ ലാപ്ടോപ്പ്. അങ്ങനെയൊക്കെയുള്ള ഈ സമയത്ത് ഷവോമിയുടെ ഈ ലോഞ്ച് നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് വലിയ പ്രതീക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം പേർ പുതിയ ലാപ്ടോപ്പ് എല്ലാം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നോട് പലരും റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നുണ്ട്, പേഴ്സണൽ മെസ്സേജിലായാലും കമന്റ്സിലായാലും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഷവോമിയുടെ നോട്ട്ബുക്ക് 14, അതിൻ്റെ എൻട്രി ലെവൽ മോഡലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രോഡക്റ്റിന്റെ ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസും എനിക്ക് ഫസ്റ്റ് ഡേ യൂസ് ചെയ്തതിൽ നിന്നുള്ള ഒരു ഇനീഷ്യൽ ഇംപ്രഷനുമാണ്. സോ ഒട്ടും ടൈം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ലാപ്ടോപ്പ് 3 വേരിയൻസിലാണ് വരുന്നത്. എല്ലാ വേരിയന്റിലും 8GB റാമും അതുപോലെ ഇന്റലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് i5 10th ജനറേഷൻ പ്രോസസറുമാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയും ഗ്രാഫിക്സ് പ്രോസസറുമാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ അതിന്റെ ഓരോന്നിന്റെ റേറ്റ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഡിവൈസ് അല്ല. MI നോട്ട്ബുക്ക് 14 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 41,999 റുപ്പീസിനാണ്. ഇനി ഇതിന്റെ ഹയർ വേരിയൻസ് നോക്കിയാലോ അല്ലെങ്കിൽ ഹൊറൈസൺ എഡിഷൻ നോക്കിയാലോ ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷവോമി പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് മിഡ് സെഗ്മെന്റ് യൂസേഴ്സിനെയാണ്. നമ്മളിത് വാങ്ങിയത് mi.com സൈറ്റിൽ നിന്നാണ്. ഈവൻ ആമസോണിലും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. നോർമലി ലാപ്ടോപ്പ് ഷിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാർഡ്ബോർഡ് ബോക്സിൽ തന്നെയാണ് MI നോട്ട്ബുക്കും വരുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ക്യാരി ബാഗോ അങ്ങനത്തെ ഒരു ആക്സസറീസും ഇല്ല. ഒരു മിഡ് സെഗ്മെന്റ് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ആദ്യമായി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് MIയുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ പലർക്കും അറിയാം, MI 3 എന്ന് പറയുന്ന ഇവരുടെ ഫോൺ ഇതുപോലെ അലുമിനിയം ബോഡിയിലാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മുതൽ കേട്ടു തുടങ്ങിയതാണ് MI എന്തൊക്കെ ചെയ്താലും ആപ്പിളിനെ കോപ്പി അടിക്കുകയാണെന്നുള്ളൊരു വാദം. ഈ അലുമിനിയം ബോഡിയും സ്ലീക്ക് ലുക്സ് ഒന്നും ആരും ആപ്പിളിന് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് അത്തരം വാദങ്ങളോട് തൽക്കാലം കണ്ണടയ്ക്കാം. ബോക്സിൽ ഇനിയും പല കണ്ടൻസും ഉണ്ട്. ഇതിൻ്റെ ചാർജറാണ്, പിന്നെ ഒരു യൂസർ മാനുവലും ഉണ്ട്. ഇതിൽ അത്യാവശ്യം ഫങ്ഷൻസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഷവോമി പറയുന്നത് ഇതിൻ്റെ ബോഡി ഒരു അലൂമിനിയം മാഗ്നീഷ്യം അലോയ് ആണ്. അതാണ് ഈ ഡിസ്റ്റിങ്റ്റീവ് ഗ്രേ കളർ കൊടുക്കുന്നത്. ലാപ്ടോപ്പിന്റെ എക്സ്റ്റീരിയറിൽ MIയുടേതായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ബ്രാൻഡിങ്ങോ കാണുന്നില്ല. ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു ക്ലീൻ ലുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ലുക്ക് വളരെ ജനറിക് ആയിപ്പോയി. ഒരു 10 മീറ്റർ മാറി എന്ന് നോക്കുകയാണെങ്കിൽ ആപ്പിൾ മാക്ബുക്ക് അല്ലെന്ന് ഒരു മനുഷ്യൻ പോലും പറയില്ല. സോ ഫൈനലി നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. പെട്ടി തുറന്നപ്പോൾ ലാപ്ടോപ്പ് കാണാൻ വന്നവരൊക്കെ ഇത് എടുത്തതിന് ശേഷം താഴെ വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ആകെ 1.35 കിലോ മാത്രമേ ഭാരമുള്ളൂ. ഇനി ഇതിന്റെ വെൽ ബാലൻസ് ഡിസൈൻ കൂടി ആകുമ്പോൾ ഈവൻ ഒരു കൈ കൊണ്ട് പോലും ഇത് ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ലാപ്ടോപ്പ് എടുത്ത് നമ്മളുടെ ബാക്ക് പാക്കിലേക്ക് ഇട്ടാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ടുനടക്കാം. ഇനി നമ്മൾ ഉദ്ദേശിച്ച തിൻ ആൻഡ് സ്ലീക്ക് പെർഫോമർ തന്നെയാണോ ഇതെന്ന് അറിയാനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ചേടാ, ഇവരിത് ചാർജ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. എന്നാൽ പിന്നെ ഇതൊന്ന് ചാർജ് ചെയ്ത് കളയാം. ഇതൊരു ടിപ്പിക്കൽ ലാപ്ടോപ്പ് ചാർജറാണ്. ഡിസൈൻ വൈസ് ഇതിന് യാതൊരുവിധ പ്രത്യേകതകളും ഇല്ല. ഒരു 65 വാട്ട്സ് പവർ ബ്രിക്ക് ആണ്. MI അവകാശപ്പെടുന്നത് വെറും 30 മിനിറ്റ് കൊണ്ട് ഈ ചാർജർ നമ്മുടെ ലാപ്ടോപ്പിന്റെ 50% ചാർജ് ചെയ്യുമെന്നാണ്. അപ്പോൾ അതിനുള്ള ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന ഈ പിന്ന് കണ്ടോ, അപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബാരൽ ടൈപ്പ് പിന്നാണ്. ഇതൊന്ന് ചാർജായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ സൈസ് HDMI പോർട്ടും 2 USB 3.1 പോർട്ടുകളും കാണാം. മറ്റേ വശത്ത് നോക്കിയാൽ ഒരു ഇന്റഗ്രേറ്റഡ് ഹെഡ്ഫോൺ ആൻഡ് മൈക്ക് ജാക്കും USB 2 പോർട്ടും കാണാം. ഇതിൽ ഈതർനെറ്റ് പോർട്ട് തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ സഹിച്ചു. എന്നാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പ് C പോർട്ട് പ്രൊവൈഡ് ചെയ്യാത്ത വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇതിന്റെ ബോട്ടം സൈഡിൽ വരുന്നത് എയർ വെന്റ്സും അതോടൊപ്പം ബോട്ടം ഫയറിംഗ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ലാപ്ടോപ്പിൽ തന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ പാക്കിങ്ങിൽ കണ്ടു ഡോൾബി DTS സർട്ടിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൻ്റെ കീസ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ട്രാവൽസ് ആയതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്.
ഇതിന് ബാക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു മൈനസ് ആയിട്ട് പറയാവുന്നത്. ഇതിന്റെ ടച്ച് പാഡ് ഉള്ളത് ഡെഡ് സെന്റർ ആയിട്ട് തന്നെയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൗസ് ബട്ടണിന് വേണ്ടി കട്ടൗട്ട്സ് ഒന്നുമില്ല. ഇതിൽ മൾട്ടി ടച്ച് ജസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെയില്ല. നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ചാർജ് കയറിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ സ്ക്രീൻ തന്നെയാണ്. വളരെ തിൻ ബെസൽസ് ആണ് ഈ സ്ക്രീനിനുള്ളത്. 81% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ ഹൊറൈസൺ എഡിഷനിലാണെങ്കിൽ അത് 91% ആണ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഡിസൈനിനെ വേറിട്ട് നിർത്തുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 ഹോം എഡിഷൻ ആണ് ഇതിൽ പ്രീലോഡഡ് ആയിട്ട് വരുന്നത്. നമുക്ക് MS ഓഫീസ് കിട്ടുന്നില്ല. ഒരു ട്രയൽ വെർഷൻ മാത്രമാണ് ഇതിലുള്ളത്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ HD മോഡിലാണ്. സാമാന്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ്സിൽ നല്ല ബ്രൈറ്റായി തന്നെ കാണുന്നുണ്ട്. സ്ക്രീനിന് ഒരു മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട് വേറെ ഗ്ലെയർ ഒന്നും വരില്ല. ഇതിൽ പ്രീലോഡഡ് ആയിട്ടുള്ള 2 ആപ്സ് ഒഴികെ MIയുടേതായിട്ടുള്ള യാതൊരു കസ്റ്റമൈസേഷനും ഇതിൽ കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ല വാൾപേപ്പേഴ്സ് എങ്കിലും ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. വിൻഡോസ് 10ൽ അവൈലബിൾ ആയിട്ടുള്ള ട്രാക്ക് പാഡ് ജസ്റ്റേഴ്സ് എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിയിരിക്കുന്ന ബേസിക് വേരിയന്റ് ആയതുകൊണ്ട് 256 GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അതും ഒരു സിംഗിൾ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. എല്ലാവരും പല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പല ഡ്രൈവ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഹാർഡ് ഡിസ്ക് ഒരു SSD ആണെങ്കിലും കമ്പാരിറ്റീവ്ലി വേഗത കുറഞ്ഞ SATA 3 ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൊറൈസൺ എഡിഷനിലാകട്ടെ NVMe SSD ആണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ നമുക്ക് SSD ഉപയോഗിക്കുന്നതിന്റെ പ്രോപ്പർ അഡ്വാൻറ്റേജ് കിട്ടുകയുള്ളൂ. ഈ ലാപ്ടോപ്പിലെ ബൂട്ട് ടൈം ഞാൻ നോക്കിയപ്പോൾ 18 സെക്കൻഡ്സോളം എടുത്തു. ഇത് നമുക്ക് ലാപ്ടോപ്പ് വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതൊന്നുമല്ല ഗൈസ്. ഇത് ഈ ലാപ്ടോപ്പിന്റെ വെബ് ആണ്. യെസ്, ഈ ലാപ്ടോപ്പിൽ ഒരു ഇന്റഗ്രേറ്റഡ് വെബ് ക്യാം ഇല്ല. പകരം നമുക്ക് ക്യാമറ ആവശ്യമുള്ളപ്പോൾ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഈ ലാപ്ടോപ്പിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ വെബ് ക്യാമിനെ പറ്റി പറയാതിരിക്കുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് വെരി ഡിസപ്പോയിന്റിങ്. നമ്മൾ വീഡിയോ ചാറ്റിനും മറ്റുമായിട്ട് വാങ്ങുന്ന എൻട്രി ലെവൽ വെബ് ക്യാംസിന്റെ ക്വാളിറ്റി പോലും ഇതിനില്ല എന്നുള്ളതാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസിൽ കാണിക്കുന്നത് 0.9 മെഗാപിക്സൽ ക്യാമറ എന്നാണ്. അതുപോലെ 720p ആണ് വീഡിയോ റെസൊല്യൂഷൻ. പക്ഷെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് 240p എങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. MI എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊലച്ചതി ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവും. സോ ലാപ്ടോപ്പിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു എക്സ്റ്റേണൽ മോഡൽ തന്നു. പോട്ടെ, അതിലെങ്കിലും ഒരു പ്രോപ്പർ വെബ് ക്യാം ഇവർക്ക് തന്നൂടെ? നമ്മൾ ഈ മോഡ്യൂൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ഭീകര ക്യാമറ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ സൈസും വെയിറ്റും എല്ലാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്ററിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതർ ദാൻ ദാറ്റ് ഈ ക്യാമറ ഒരു ടോട്ടൽ ഫ്ലോപ്പാണെന്ന് വേണം പറയാൻ. അതല്ല, നിങ്ങൾ റെഗുലറായിട്ട് വർക്കിനോ മറ്റോ വീഡിയോ കോൺഫറൻസിങ്ങൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്യാമറ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. ഈ ക്യാമറ വേണ്ട, ഈ ക്യാമറ വേണ്ട, മറ്റേതെങ്കിലും നല്ലൊരു ക്യാമറ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. ഇതിന്റെ കൂളിംഗ് സിസ്റ്റം നല്ലൊരു സൈലന്റ് ഓപ്പറേഷൻ ആണ്. നമ്മൾ ഈ ലാപ്ടോപ്പ് എത്ര നേരം ഉപയോഗിച്ചിട്ടും ഒരിക്കൽ പോലും ഇതിന്റെ ഫാനിന്റെ ഒച്ച കേൾക്കുകയോ അല്ലെങ്കിൽ ഹീറ്റിംഗ് അനുഭവപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് മടിയിൽ വെച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആയതുകൊണ്ട് ടേബിൾ ടോപ്പ് പോലെ ഒരു സർഫസിൽ വെക്കുമ്പോൾ സാമാന്യം നല്ല സൗണ്ട് വരേണ്ടതാണ്. പക്ഷെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ സൗണ്ടിന്റെ ലെവൽ വളരെ കുറവാണ്. ഒരു ആക്ഷൻ മൂവി സീൻ ഇട്ടപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നത്. ഓരോ വെടിവെച്ചയും പൊട്ടിത്തെറിയും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഇതൊക്കെയല്ലേ DTS സർട്ടിഫിക്കേഷൻ ഉള്ളതിന്റെ ഗുണം. നൗ ഇറ്റ് ഈസ് ടൈം ടു ഗിവ് എ ഫൈനൽ വെർഡിക്ട്. 42,000 റുപ്പീസിന് ഈ ലാപ്ടോപ്പ് വർത്താണോ എന്ന് ചോദിച്ചാൽ, ഇതിലെ കമ്പോണൻസ് നോക്കുക. ലേറ്റസ്റ്റ് ഇന്റൽ i5 10th ജനറേഷൻ പ്രോസസർ, അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള DDR4 8GB റാം, ഒരു ഫാസ്റ്റ് സ്റ്റോറേജ് SSD, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ 42,000 എന്ന് പറയുന്ന ബഡ്ജറ്റ് വളരെ റിയലിസ്റ്റിക് ആണ്. നിങ്ങൾ ഇതേ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഏത് ലാപ്ടോപ്പ് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിലായിരിക്കും അത്. ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റിയ മറ്റു ലാപ്ടോപ്സ് അന്വേഷിച്ചപ്പോൾ ലെനോവോന്റെ ഐഡിയ പാഡ് സീരീസിലുള്ള ലാപ്ടോപ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഏതാണ്ട് ഇതേ 40K റേഞ്ചിൽ വരുന്ന i5 10th ജനറേഷൻ പ്രോസസറുള്ള ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതിലുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ SSD അവൈലബിൾ അല്ല, നോർമൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങി ഹാർഡ് ഡിസ്ക് മാറ്റി നമ്മൾ SSD ഇടുകയാണെങ്കിൽ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് നമുക്ക് അതിലും കിട്ടും. പിന്നെ ഇതിന്റെ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈനും ആ ഒരു ഫോം ഫാക്ടറുമാണ്. വളരെ പോർട്ടബിളും കോമ്പാക്റ്റും ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഈ ഒരു അട്രാക്റ്റീവ് ഡിസൈൻ ആൻഡ് ഫോം ഫാക്ടർ കൊണ്ട് മാത്രം ഈ MI നോട്ട്ബുക്കും അതുപോലെ ഹൊറൈസൺ സീരീസിലുള്ള ലാപ്ടോപ്പും വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ കോമ്പാക്ട് ഡിസൈനിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടും അപ്ഗ്രേഡബിൾ അല്ല എന്നുള്ളതാണ്. സോ ഒരു വിധത്തിലുള്ള എക്സ്പാൻഷൻ പോർട്ടുകളും ഇതിൽ അവൈലബിൾ അല്ല. നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 8GB ഇൻക്രീസ് ചെയ്ത് ഒരു 16GB ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മെമ്മറി സ്ലോട്ട് ഇല്ല.
ആകെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ SSD ഡ്രൈവ് മാത്രമാണ്. കൂടുതൽ കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്കൊരു ഹയർ കപ്പാസിറ്റി SSD ഡ്രൈവ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സർവീസസ് കിട്ടാനും ഡിഫിക്കൽട്ടായിരിക്കും. ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ് എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ഈ ലാപ്ടോപ്പിൽ ധാരാളം പ്രൊപ്രൈറ്ററി കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് MIയുടെ കസ്റ്റം മദർ ബോർഡും കാര്യങ്ങളുമാണ്. അപ്പോൾ MIയുടേതല്ലാത്ത സർവീസ് സെൻറ്ററുകളിലൊക്കെ ഇതിന് എന്തെങ്കിലും റിപ്പയർസ് എല്ലാം ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഓഫ് കോഴ്സ് ദർ ഇസ് ദ എലിഫന്റ് ഇൻ ദ റൂം, നമ്മുടെ വെബ് ക്യാം. അത് തീർത്തും നിങ്ങളുടെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങോ അല്ലെങ്കിൽ ചാറ്റ് ആപ്സോ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ കുറവ് അനുഭവപ്പെടുകയില്ല. ഒരുപക്ഷെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ മീറ്റിംഗ്സിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ് ക്യാം നമ്മൾ എവിടെ പോയാലും നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഈ MI നോട്ട്ബുക്ക് 14 ലാപ്ടോപ്പിനെ പറ്റി പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനോടകം കവർ ചെയ്തു എന്നാണ് കരുതുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് ജ്യോതിസ് തളിയത്ത് സൈനിങ് ഔട്ട് ആൻഡ് ഗുഡ് ബൈ.